നിലവിൽ എന്തായാലും അവസാനത്തെ ആളുകളെയും താഴേക്ക് ഇറക്കുകയാണ്. അത് അതിലെ ജീവനക്കാരനായിരുന്നു അല്ലേ? ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് അവിടെ അവസാനം ഉള്ളതെന്ന് തോന്നുന്നു അല്ലേ രാഹുൽ? പേരാണ് ഉണ്ടായിരുന്നത് ആദ്യം ഇറക്കിയതായിരിക്കും. അല്ല, അത് അവിടെ നമ്മൾ കരുതിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. ഇപ്പോഴതിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് താഴേക്ക് വരുന്നത്. അത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പോയ ശേഷം അദ്ദേഹം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി അവരെ താഴേക്ക് കൊണ്ടുവരികയാണ്. ഒരു പക്ഷേ 5 എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിലെ ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട്. ഒരു പക്ഷേ രാഹുലിനത് വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. രാഹുൽ, ഇത് അപ്പോൾ 5 എന്നതായിരുന്നില്ല, അത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ? അങ്ങനെയാണോ നമ്മൾ കരുതേണ്ടത്? അങ്ങനെയാണ്. ഒരാൾ കൂടി ഉണ്ടായിരുന്നു, അതിൽ അധികമായിട്ട് ഒരാൾ കൂടി ഉണ്ടായിരുന്നു, ഒരു വനിതാ സ്റ്റാഫ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീവനക്കാർ 2 ജീവനക്കാരുണ്ടായിരുന്നു. അങ്ങനെയാണ് 2 ജീവനക്കാരുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഇതിന്റെ സ്കൈഡൈവിംഗ് ജീവനക്കാർ. ഇതിന്റെ മുകളിൽ എത്ര പേരുണ്ടായിരുന്നു ജീവനക്കാർ? 2 പേരുണ്ട്. 2 പേര് ജീവനക്കാർ. ഇനി ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ അപ്പോൾ 2 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 4 വിനോദസഞ്ചാരികളും 2 കുട്ടികൾ ഉൾപ്പെടുന്ന 4 പേരുടെ സംഘം, അതുപോലെ തന്നെ 2 ജീവനക്കാരും ഉണ്ടായിരുന്നു. 6 പേരായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ, മാതാവാണ് ഇപ്പോൾ വന്നത്, ഇപ്പോൾ ഇറക്കിയ ആ ജീവനക്കാരിയുടെ മാതാവാണ് എത്തിയത്. അവരൊക്കെ വലിയ ആശങ്കയിലും വലിയ ഭയത്തിലുമായിരുന്നു എന്നാണ്. അങ്ങനെയാണോ? എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, പേടിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാവുകയും ചെയ്തത്. ഇത് ആ ജീവനക്കാരിയാണ്, അവരുടെ മുഖത്ത് പേടിയൊന്നുമില്ല. ചേച്ചി, എന്താ സംഭവിച്ചത്? കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ നമുക്ക് അറിഞ്ഞു വരുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ലായിരുന്നു, പ്രശ്നമൊന്നുമില്ല. പേടിക്കേണ്ടതായിട്ടൊന്നും. എന്താ ക്രെയിൻ്റെ എന്തോ പ്രശ്നം, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇല്ല, പേടിക്കേണ്ടൊന്നുമില്ല. നമുക്ക് ഇവിടുന്ന് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയിച്ചോണ്ടേ ഇരുന്നത്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ ആവേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ഓക്കെ ആയിരുന്നു. നമുക്ക് ഇതിന് മുന്നേ ഇതിനുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തിൽ? ഞങ്ങൾ 5 പേരായിരുന്നു. ഒരു 2 പിള്ളേരും ഞങ്ങൾ 3 പേരായിരുന്നു ഉണ്ടായിരുന്നു. അവര് കോഴിക്കോട്ടുകാരായിരുന്നു. ഞാൻ ഒരാളായിരുന്നു ഉണ്ടായിരുന്നത്. അവരെല്ലാരും ഒരു കുടുംബത്തിലെ ആൾക്കാരായിരുന്നു. ശരി എന്നാ. എന്തായാലും വിജയകുമാർ, 6 പേരല്ല 5 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സ്റ്റാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് കൃത്യമായിട്ടുള്ള പരിശീലനം, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള പരിശീലനം ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അധികമായിട്ടുള്ളത് പിന്നീട് ആദ്യം ഇതിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി കയറിയ ആളാകാനാണ് സാധ്യത. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല, 5 പേർ തന്നെയാണ്. ഇവിടെ നിന്നുള്ള ആളുകൾ കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ് നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ ജീവനക്കാരി പറഞ്ഞ പോലെ തന്നെ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പേടിക്കേണ്ടതുമായിട്ടുള്ള യാതൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അവർക്ക് കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിച്ചിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എന്ത് നടപടിയാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള എന്ത് കാര്യമാണ് കൈക്കൊള്ളേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പഠനം അവർക്ക് ലഭ്യമാക്കി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ധൈര്യത്തോടു കൂടി അവരിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും ആ ജീവനക്കാരോട് സംസാരിക്കുമ്പോഴും കുറച്ച് ആളുകൾ അവരെ മനഃപൂർവ്വം പിടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. നമ്മൾ അതിനിടയിലൂടെ ആണ് അവരുടെ പ്രതികരണം തേടിയതെന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചേർക്കുകയാണ്. എന്തായാലും ഇതിന്റെ പ്രതികരണം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഇതിന്റെ നടത്തിപ്പാറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അതെന്ത് തന്നെ ആയാലും പിന്നീട് നമുക്കതിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്യാം. ഇനി ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ, ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ കീഴിൽ വരുന്ന ഈ പദ്ധതിക്ക് ഏത് വിധേനയാണ് അനുമതി ലഭ്യമായിരുന്നത്, പഞ്ചായത്തിന്റെ മാത്രമാണ് അനുമതി ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാകുന്ന ഒരു പ്രാദേശിക BJP നേതാവിന്റെ അതുപോലെ തന്നെ CPIM നേതാവിന്റെ ഉടമസ്ഥതയിലാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം അത്തരം കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയും എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.